ഹലോ ഗൈസ്, ചങ്ങായിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോയത്. ആടെ എത്തുമ്പോഴേക്ക് ഇവരെല്ലാം മുല്ലപ്പൂല്ലാം വാങ്ങി കുത്തി സെറ്റായി നിൽക്കുന്നുണ്ട് അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കിയതല്ലേ, എന്നാൽ പിന്നെ എൻ്റെ വൈഷ്ണേച്ചിൻ്റെയും ഔട്ട്ഫിറ്റും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാൻ വിചാരിച്ചു. തളിപ്പറമ്പുള്ള തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിട്ടുള്ളത്. രാവിലെ തന്നെ അമ്പലത്തിൻ്റെ വ്യൂ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. മൈൻഡൊക്കെ നല്ല റീഫ്രഷിങ് ആയ ഒരു ഫീലാണ് കിട്ടിയത്. ആദ്യം ഫോട്ടോ എടുക്കാൻ പോയ സമയം നോക്കിയിട്ട് ഞാനും വൈഷ്ണേച്ചും കൂടി അമ്പലം ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല, പുറത്തുനിന്നാണ് നമ്മൾ തൊഴുതത്. നമ്മളൊന്ന് അമ്പലം ചുറ്റി വരുമ്പോഴേക്കും കൂടെ വന്ന ആൾക്കാരൊന്നും കാണാണ്ടായി. പിന്നെ അവരെ തപ്പി നടക്കലായി. അങ്ങനെ ഒരാളെ കിട്ടി. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ അടുത്ത ഒരു ചായക്കടയിലേക്കാണ് പോയത്. ക്യാമറ ഓണാക്കിയ പിന്നെ എനിക്കും വൈഷ്ണേച്ചിക്കും കുറച്ച് പവറൊക്കെ കാണിക്കണ്ടേ. നമ്മൾ ചായ കുടിച്ച് വന്നിട്ടും ആദ്യത്തെ ഫോട്ടോ പരിപാടിയൊന്നും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. നമ്മൾ മാറി നിന്ന് അവളെ നോക്കി കമൻ്റ് അടിക്കലാണേ പരിപാടി. നമുക്ക് ഉറപ്പണിയൊന്നുമില്ലല്ലോ. ആദ്യൻ്റെ കൂടെ നിർത്തിയിട്ട് നമ്മളെയും കുറേ ഫോട്ടോ വീഡിയോസ് അവരെടുത്തിട്ടുണ്ടായിനെ. അരങ്ങേറ്റത്തിൻ്റെ മുന്നോടിയായിട്ട് ഡാൻസ്, പാട്ട് ഇതിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കാൻ വേണ്ടി കുറേ പിള്ളേരും കൂട്ടി വന്നിട്ടുണ്ടായി. നല്ല രസം ഉണ്ടായിനെ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സമയം അതും നോക്കി നിന്നു. അപ്പോഴേക്കും നമ്മൾ ടെമ്പിൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനെ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വീട്ടിലേക്ക് പോയേ. പിന്നെ കല്യാണ വീട് എത്തി അവിടുന്ന് ഒരു ചായയും കൂടി കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനെ. ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഔട്ട്ഫിറ്റ്. നമ്മൾ 2 പേരും അവിടെ എത്തുമ്പോഴേക്കും കല്യാണ വീട് നിറഞ്ഞിട്ടുണ്ടായിനെ. ആദ്യൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നേരത്തെ തന്നെ തുടങ്ങിയിനെ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കൂടി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിനെ. ഫോട്ടോ എടുത്ത് മടുത്തു പോയിന്നില്ല പരാതി പറയുന്നുണ്ട്. ആദ്യ ഇടയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കണ്ട് പിന്നെ വിശക്കാൻ തുടങ്ങിയേ. അതിനുള്ള കാത്തിരിപ്പാണ് നമ്മളെല്ലാവരും കൂടി ഇവിടെ. കാത്തിരുന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയേ. തലേന്ന് ബിരിയാണിയാണ് ഉണ്ടായത്. പിന്നെ നമ്മളൊരു ചെറിയ ഡാൻസ് കൂടി ഇവിടെ കളിച്ചിട്ടുണ്ടായിനെ. അതും കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്ന് ആദ്യം ഒരു താറ്റും പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. നാളെ രാവിലെ എണീക്കേണ്ടതുകൊണ്ട് കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിനെ. ഞാനും ചേച്ചിയും കൂടി കല്യാണ വീട്ടിലേക്കാണ് പോകുന്നത്. ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി അവർ ബസ്സൊക്കെ ആക്കിയിട്ടുണ്ടായിനെ. കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. മുഹൂർത്തത്തിൻ്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിനെ. പൂക്കളും ചെടികളെല്ലാം കൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇത്. ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതും കുടിച്ച് നമ്മൾ പിന്നെ ഫ്രണ്ട് സീറ്റ് പോയി ഇരുന്നിട്ടുണ്ടായിനെ. കല്യാണം നല്ല വൃത്തിക്ക് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ വരുന്നവരെയൊക്കെ കുറ്റവും കുറവൊക്കെ കണ്ടുപിടിക്കലാണ് നമ്മളെ പണി. സമയം പോകേണ്ട അരമണിക്കൂറുണ്ടല്ലോ. അവളുടെ ഒരുപാട് നാളത്തെ ഫൈറ്റ് ചെയ്യലും കൊണ്ടാണ് ഇപ്പം ഈ കല്യാണം നടക്കാൻ പോകുന്നത്. കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴേക്കും ചെക്കനും പാർട്ടിയും വന്നിട്ടുണ്ടായിനെ. ചെക്കനെ കളിയാക്കിക്കൊണ്ടുള്ള ഫോട്ടോ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ടാണ് അവരെ വരുന്നത്. അപ്പോഴേക്കും നമ്മൾ കല്യാണപ്പെണ്ണും കൂടി വന്നിട്ടുണ്ടായിനെ. താലികെട്ടൊക്കെ കഴിഞ്ഞ് അവരുടെ കൂടെയുള്ള ഫോട്ടോയും കൂടി എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയിട്ടുണ്ടായിനെ. കല്യാണി ബിരിയാണി പോലെ എനിക്ക് കല്യാണ സദ്യ കഴിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡും കൂടി കഴിച്ച് നമ്മൾ പെണ്ണിനെ കൊണ്ടാക്കാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടിലേക്കാണ് ഈ പോകുന്നത്. ചെക്കൻ്റെ വീട്ടിലേക്ക് അധിക ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തിയിട്ടുണ്ടായിനെ.
ചെക്കൻ്റെ വീട്ടിലെത്തി ആദ്യം തന്നെ ഞാനും വൈഷ്ണജിയും അവരുടെ റൂമിലേക്കാണ് പോയത്. ഏതൊരു കല്യാണത്തിന് പോയാലും ഫസ്റ്റ് നമ്മൾ ചെക്കൻ്റെ പെണ്ണിൻ്റെ ബെഡ്റൂമാണ് പോയി നോക്കുന്നത്. ഒരു ബിരിയാണിയാണ് ഉണ്ടായത്. അതും കഴിച്ച് ആദ്യയോട് താറ്റയും പറഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവരുടെ കല്യാണവും കഴിഞ്ഞു. അപ്പോൾ ബായ്.